അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ. അമ്മേ സ്വയമേരിയാനൊരു മന്ത്രദീക്ഷ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. നറുപാൽ തുളുമ്പുമൊരു മൊഴി തൻ ചെറുചിമിഴിൽ പാതി പാടുമൊരു പാട്ടുപോലെ അതിലലിയാൻ കൊതിയല്ലേ. അമ്മേ ഇനിയുണരാനൊരു സ്നേഹഗാഥ തരുമോ? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. സൂപ്പർ സൂപ്പർ. ഞാൻ അവിടെ നിന്ന് അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നീ പോയി അമ്മയെ വിളിച്ചു കൊണ്ടുവന്നതാ. അമ്മയെ കരയിച്ചു അവൻ. അമ്മയുടെ കണ്ണ് നിറഞ്ഞത് ആ പാട്ട് അത്രയും ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയിട്ടായിരിക്കും. എന്ത് തോന്നി പാട്ട് കേട്ടിട്ട്? പാട്ടിന്റെ ഫീൽ ഉൾക്കൊണ്ട് തന്നെ അവൻ പാടി. അപ്പൊ അതിൽ അമ്മയെന്ന് വിളിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നു ആ വിളി കേൾക്കുമ്പോള്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റ് ചോദിക്കാം. ഓക്കെ, അമ്മ അവിടെ ഇരുന്നോ സീറ്റിൽ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബദ്രിയുടെ പെർഫോമൻസ്? ബദ്രി നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എസ്പെഷ്യലി നല്ല സോങ് സെലക്ഷൻ. ഇത് നമ്മുടെ മലയാളത്തിലുള്ളൊരു എവർഗ്രീൻ സോങ് ആയി മാറിയ ഒരു പാട്ടാണ്. പിന്നെ പറയുന്ന എനിക്ക് തോന്നിയത് ഇത് ഒറിജിനൽ സ്കെയിലാണ് പാടി അല്ലേ? അതെ. അപ്പം അത് ദാസ് സാറിൻ്റെ സ്കെയിലാണ് ഇപ്പം അത് ആക്ച്വലി ഒറിജിനൽ ചെയ്തിരിക്കുന്നത്. മോന് താഴോട്ട് ഈ ലോ രജിസ്റ്റർ പോകുന്ന സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഹാഫ് സ്കെയിലോ ഒരു 1 സ്കെയിലോ കൂട്ടിയിരുന്നെങ്കിലും യു കുഡ് സിങ് ഷുവർലി. കാരണം സുഖമായിട്ട് മേളിൽ പിച്ചൊക്കെ പോകുന്ന ആളാണ്.
അപ്പൊ എനിക്ക് തോന്നിയത് ആ ഒരു അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ, അത് ഒരൊറ്റ ഇതാണ് അല്ലേ? അതെ. പക്ഷെ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു മോൻ. ഉം. അവിടെ ദാസാർ ബ്രേക്ക് ചെയ്തിരിക്കുന്ന അത് ഒറ്റൊരു ലൈൻ വന്നിട്ട് തരുമോ. ഹരിച്ചേട്ടൻ എന്ത് രസമായിട്ടാ പാടുന്നേ. ഒരു രണ്ടുപേര് പ്ലീസ് പ്ലീസ്. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ്. അതെ, എന്റെ അമ്മയ്ക്ക്. ആ പാർവണങ്ങൾ പടിവാതിൽ ചാരുമൊരു മനസ്സിൻ നടവഴിയിൽ രാത്രി നേരമൊരു യാത്ര പോയ നിഴലെവിടെ വിളി കേൾക്കാൻ അമ്മേ സ്വയമേറിയാനൊരു മന്ത്രദീക്ഷ തരുമോ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ, സൂപ്പർ. ബദ്രി പാടിയത് എന്താന്ന് ഓർമ്മ പോലും ഇല്ല. അതൊരു സൂപ്പറായിട്ട് പാടി. പക്ഷെ കേട്ടോ, നല്ലൊരു മൊമെന്റ് ഉണ്ടാക്കി. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ബദ്രി ഓ സർ, അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. നന്നായിട്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എവർഗ്രീൻ സോങ്, ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. ഒടുക്കത്തെ ഫീലായിരുന്നു ബദ്രി പാട്ടിന് കൊടുത്തത്. ഞാനും ആ ഒരു അനുപല്ലവിയുടെ ആ ലാസ്റ്റ് ലൈൻ അത് മാത്രമേ ഞാൻ അടിവര ഇട്ടുള്ളൂ. ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് അതർവൈസ് ആ ഒരു സോങ്ങിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടാണ് ബദ്രി പാടിയത്. അത് നമ്മളെല്ലാവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഭയങ്കര രസത്തിൽ തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. റിം ചേച്ചി. ബദ്രിക്കുട്ട ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ബദ്രി. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതാണ് ഓർമ്മ വരുന്നത്. അത് വളരെ കറക്റ്റാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നടന്നുകൊണ്ട് പാടുമ്പോഴും ഇതെങ്ങനെ തെറ്റാണ്ട് പിച്ച് ഔട്ട് ആവാണ്ട് എങ്ങനെ പാടാൻ പറ്റി, അതിനൊരു കൈയടി കൊടുക്കാണ്ടിരിക്കാൻ അത് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ രൂപേഷ് സാറാണ് എൻ്റെത്. കുന്നിന്റെ മേളിൽ നിന്ന് ഇറങ്ങിയും കയറി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചേ, കാരണം നടന്നുകൊണ്ടൊക്കെ പാടി നോക്കണം എന്നാണ് പറഞ്ഞത്. അത് സമ്മതിച്ചു കേട്ടോ. ഒരു ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഇല്ലാണ്ട് പാടി. അപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങുക കയറുക ഒക്കെ ചെയ്തോ? ഒന്നും പടി ഇറങ്ങി പടി കയറി. ഓക്കെ, താങ്ക് യു റിമി ചേച്ചി. അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. ഓ ഓക്കെ, ആ ഓർഡറിൽ തന്നെ നമുക്ക് പോവാം. ഹരിച്ചേട്ടാ. ബദ്രി, ഓ അപ്പൊ ഇന്ന് നല്ലൊരു പെർഫോമൻസ് തന്നതിന് ഐ എം ഗിവിംഗ് യു 8.5. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക. ഞാനും സെയിം മാർക്സ് ആണ്, 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ 8.5 കിട്ടി. ഇനി നമുക്ക് റിമി ചേച്ചിയുടെ മാർക്ക് വയ്ക്കാം. ചേച്ചി. അങ്ങനെ ഗസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ സെയിം മാർക്ക് കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ല. എനിക്ക് ചെറിയൊരു എതിരഭിപ്രായമുണ്ട്. ആ, ഇവര് 8.5 അല്ലേ? ഞങ്ങൾ 8.5. ഓക്കെ, എന്റെ 8.5. ഭാഗമായിട്ടുണ്ട്. അവൻ വിചാരിച്ചു ഇപ്പൊ 9 കിട്ടും. അവൻ വലിയ പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി എങ്ങനെയാണ് ഇത്ര മാർക്ക് കൊണ്ടുതരുന്നത്? ഒരു 9 വേടാ. നീ പ്രതീക്ഷിച്ചാ? ഉറപ്പല്ലേ? അവന്റെ മുഖം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വിളങ്ങുന്നത് കാണുമായിരുന്നു. ഓക്കെ, ബദ്രി 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പാട്ട് ഞാൻ തരുന്നില്ല. തന്നെ ഓൾ ദ ബെസ്റ്റ്. Okay, thank ഓക്കെ, you. ബൈ.